എല്ലാവർക്കും മല്ലുവുഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാത്രി OTT റിലീസ് ചെയ്യുന്ന സിനിമകളും അതുപോലെ ഈ ക്രിസ്മസിന് 17 സിനിമകളാണ് OTT വരുന്നത്. ഈ സിനിമകളുടെ OTT അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇതുപോലത്തെ OTT അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് പഞ്ചായത്ത് ജെട്ടി എന്ന സിനിമയെ കുറിച്ചാണ്. മറിമായൻ ടീമിന്റെ സിനിമയായിരുന്നു പഞ്ചായത്ത് ജെട്ടി. മണികണ്ഠൻ, സലിംകുമാർ തുടങ്ങി ഒരുപാട് പേര് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതൊരു കോമഡി മൂവിയാണ്. ഇപ്പോഴത്തെ ഇന്ന് മനോരമ മാക്സിൽ പഞ്ചായത്ത് ജെട്ടി എന്ന സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. മനോരമ മാക്സിൽ ഇപ്പോൾ സിനിമ അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് മിസ് യു എന്ന സിനിമയെ കുറിച്ചാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. റൊമാന്റിക്കൽ കോമഡി മൂവിയാണ് മിസ് യു. സിദ്ധാർത്ഥ് അഷികയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമ ഇന്ന് OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ഈ സിനിമയുടെ HD പ്രിന്റാണ് ലീക്കായിരിക്കുന്നത്. മിസ് യു സിനിമ ഇപ്പോൾ അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് ബിഗ് ബൻ എന്ന സിനിമയെ കുറിച്ചാണ്. ഇതൊരു മിസ്റ്ററി ത്രില്ലർ സിനിമയാണ്. അനുമോഹൻ, അതിഥി ദേവി, മിയ, വിനയ് ഫോർട്ട്, വിജയ് ബാബു തുടങ്ങിയവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമ തിയേറ്ററുകളിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ ആമസോൺ പ്രൈം ബിഗ് ബൻ എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ജനുവരി മാസത്തിലാണ് ബിഗ് ബൻ സിനിമയുടെ OTT റിലീസ്. എക്സ്പെക്റ്റഡ് ആയിട്ട് നോക്കിയാൽ ജനുവരി 10-ാം തീയതി ആമസോൺ പ്രൈമിൽ റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ഫൂട്ടേജ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു സസ്പെൻസ് ത്രില്ലറാണ്. മഞ്ജു വാര്യർ, ഗായത്രി, വിശാഖ്, മമ്മുക്കോയ തുടങ്ങിയവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. സിനിമയ്ക്ക് നല്ലൊരു കൈയടി തിയേറ്ററിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. മികച്ച അഭിനയമാണ് മഞ്ജു കാഴ്ചവെച്ചത്. ഇപ്പോഴിതാ ഫൂട്ടേജ് എന്ന സിനിമയുടെ OTT അവകാശം ഹോട്ട്സ്റ്റാർ വാങ്ങിച്ചിരിക്കുകയാണ്. ജനുവരിയിലായിരിക്കും സിനിമയുടെ റിലീസ്. ജനുവരി 6-ന് ഹോട്ട്സ്റ്റാറിൽ ഫൂട്ടേജ് എന്ന സിനിമയുടെ റിലീസ് ഉണ്ടായിരിക്കും. അടുത്തൊരു അപ്ഡേറ്റ് അയ്യർ ഇൻ അറബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മുകേഷ്, ധ്യാൻ ശ്രീനിവാസൻ, ഉർവശിയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമ തിയേറ്ററുകളിൽ ഫ്ലോപ്പായിരുന്നു. ഇതൊരു കോമഡി മൂവിയാണ്. ഇപ്പോഴിതാ അയ്യർ ഇൻ അറബി എന്ന സിനിമയുടെ OTT അവകാശം സൈനാപ്ലേ വാങ്ങിച്ചിരിക്കുകയാണ്. ഈ സിനിമയുടെ റിലീസ് ഉടൻ ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ്പെക്റ്റഡ് ആയിട്ട് നോക്കിയാൽ ഡിസംബർ 31-ന് അയ്യർ ഇൻ അറേബ്യ സൈനാപ്ലേയിൽ റിലീസ് ഉണ്ടായിരിക്കും. അടുത്തൊരു അപ്ഡേറ്റ് വേല എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ക്രൈം ഡ്രാമ മൂവിയാണ്. ഈ സിനിമ ഇറങ്ങിയിട്ട് ഒരുപാട് നാളായി. ഇതുവരെ OTT വന്നിട്ടുണ്ടായിരുന്നില്ല. ഷെയ്നികം, സണ്ണി വെയിൻ, അതിഥി ബാലൻ തുടങ്ങിയവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററിൽ നിന്ന് നല്ലൊരു കയ്യടി വേല എന്ന സിനിമയ്ക്ക് ലഭിച്ചു. ഇപ്പോഴിതാ ആമസോൺ പ്രൈം വേല എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ഈ ഡിസംബർ മാസത്തിൽ വേല എന്ന സിനിമയുടെ OTT ഉണ്ടാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബാഡ് ബോയ്സ് എന്ന സിനിമയെ കുറിച്ചാണ്. ഒമർ ലുലുവിന്റെ ഏറ്റവും പുതിയ സിനിമയായിരുന്നു ബാഡ് ബോയ്സ്. സിനിമയ്ക്ക് നല്ല റെസ്പോൺസ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഓണത്തിനാണ് സിനിമ റിലീസായത്. ബിബിൻ ജോർജ്, റഹ്മാൻ, സെന്തിൽ, ധ്യാൻ ശ്രീനിവാസൻ, ബാബു ആന്റണി, രമേഷ് പിഷാരടി തുടങ്ങി ഒരുപാട് പേര് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതൊരു കോമഡി ഫാമിലി മൂവിയാണ്. ഇപ്പോഴിതാ ഹോട്ട്സ്റ്റാർ ബാഡ് ബോയ്സ് എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ഡിസംബർ അവസാന വീക്ക് അല്ലെങ്കിൽ ജനുവരി ആദ്യ വാരം ബാഡ് ബോയ്സ് എന്ന സിനിമയുടെ OTT ഉണ്ടാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ആനന്ദ് ശ്രീബാല എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. സംഗീത, അപർണദാസ്, അർജുൻ അശോകൻ തുടങ്ങിയവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഒരു റിയൽ സ്റ്റോറിയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. അർജുൻ അശോകൻ പോലീസാണ്. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT അവകാശം ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. തിയേറ്ററിൽ നിന്ന് നല്ലൊരു കൈയടി സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ മാസം ഡിസംബർ 28 അല്ലെങ്കിൽ 31-ന് ആനന്ദ് ശ്രീബാല ആമസോൺ പ്രൈമിൽ OTT റിലീസ് ഉണ്ടായിരിക്കും. അടുത്തൊരു അപ്ഡേറ്റ് അയം കാതലൻ എന്ന സിനിമയെ കുറിച്ചാണ്. നസ്ലിന്റെ അവസാനമായിട്ട് പുറത്തിറങ്ങിയ സിനിമയായിരുന്നു കാതലൻ. ഈ സിനിമയ്ക്ക് ആവറേജ് അഭിപ്രായമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. സിനിമ ഗിരീഷ് ഏടിയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. അൻഷിമ, ദിലീഷ് പോതൻ തുടങ്ങി ഒരുപാട് പേര് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT അവകാശം മനോരമ മാക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ അവർ പുറത്തുവിട്ടിട്ടുണ്ട്. ഒരുപക്ഷെ നാളെ ക്രിസ്മസ് ദിനത്തിൽ സർപ്രൈസ് ആയിട്ട് കാതലൻ വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് മാരിവില്യൻ ഗോപുരങ്ങൾ എന്ന സിനിമയെ കുറിച്ചാണ്. ഇന്ദ്രജിത്ത്, ആസിഫ് അലി, വിൻസി, സലീംകുമാർ തുടങ്ങിയവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററിൽ നിന്ന് പോസിറ്റീവ് റെസ്പോൺസ് ആണ് മാരിവില്യൻ ഗോപുരങ്ങൾ എന്ന സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT അവകാശം ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. ജനുവരി മാസത്തിൽ മാരിവില്യൻ ഗോപുരങ്ങൾ എന്ന സിനിമയുടെ OTT റിലീസ് ഉണ്ടാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് പാർട്ട്നേഴ്സ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ധ്യാൻ ശ്രീനിവാസൻ, കലാഭവൻ ഷാജോൺ, ദേവകി തുടങ്ങിയവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ്. തിയേറ്ററിൽ ഫ്ലോപ്പായ സിനിമയായിരുന്നു പാർട്ട്നേഴ്സ്. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT സൈനാപ്ലേ വാങ്ങിച്ചിരിക്കുകയാണ്. ഡിസംബർ ലാസ്റ്റ് വീക്കിൽ അല്ലെങ്കിൽ ജനുവരി ആദ്യവാരം പാർട്ട്നേഴ്സ് എന്ന സിനിമ സൈനാപ്ലേയിൽ റിലീസ് ഉണ്ടായിരിക്കും.
ഉണ്ടായിരിക്കും. അടുത്തൊരു അപ്ഡേറ്റ് ഹലോ മമ്മി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഷറഫുദ്ദീൻ ഐശ്വര്യ ലക്ഷ്മിയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു ഹൊറർ കോമഡി മൂവിയാണ്. ഈ ഹലോ മമ്മി എന്ന സിനിമ തിയേറ്ററുകളിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ ആമസോൺ പ്രൈം ഹലോ മമ്മി എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ഡിസംബർ ലാസ്റ്റ് വീക്കിൽ അല്ലെങ്കിൽ ജനുവരി ആദ്യ വാരം ആമസോൺ പ്രൈമിൽ ഹലോ മമ്മി എന്ന സിനിമയുടെ റിലീസ് ഉണ്ടായിരിക്കും. അടുത്തൊരു അപ്ഡേറ്റ് രാമചന്ദ്ര ബോസൻകോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നിവിൻ പോളി, മമിത ബൈജു, ഗണപതി, വിനയ് ഫോർട്ടാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു ആക്ഷൻ കോമഡി മൂവിയാണ്. ഈ സിനിമ തിയേറ്ററുകളിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സിനിമ ഇതുവരെ OTTയിൽ വന്നിട്ടില്ല. സിനിമ ഇറങ്ങിയിട്ട് 1 വർഷം കഴിഞ്ഞു. ഇപ്പോഴിതാ ആമസോൺ പ്രൈം രാമചന്ദ്ര സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ജനുവരി 2nd വീക്കിലായിരിക്കും സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് മാർക്കോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഉണ്ണി മുകുന്ദൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങിയവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഒരുപാട് വയലൻസ് നിറഞ്ഞ സിനിമയായിരുന്നു മാർക്കോ. സിനിമ ഇപ്പോൾ ഹിറ്റായിരിക്കുകയാണ്. 4 ദിവസം കൊണ്ട് 40 കോടിയാണ് സിനിമ കളക്ഷൻ നേടിയിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് 4 ദിവസം കൊണ്ട് 18 കോടി 50 ലക്ഷം രൂപ സിനിമ കളക്ഷൻ നേടി. ഇപ്പോഴത്തെ സിനിമയുടെ OTT അവകാശം ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ റിലീസായിട്ട് 1 മാസത്തിനുള്ളിൽ ആമസോൺ പ്രൈമിൽ മാർക്കോ എന്ന സിനിമയുടെ റിലീസ് ഉണ്ടായിരിക്കും. അടുത്തൊരു അപ്ഡേറ്റ് വാതിലിൽ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. വിനയ് ഫോർട്ട്, അഞ്ജലി നായർ, അനു സിത്താര തുടങ്ങിയവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു ത്രില്ലർ മൂവിയാണ്. മനോരമ മാക്സ് ഇപ്പോൾ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ഈ ഡിസംബർ മാസം ലാസ്റ്റ് വീക്കിലായിരിക്കും വാതിൽ എന്ന സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് DNA എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. അസ്കർ, റായ് ലക്ഷ്മി, അന്ന റെജി, അജു വർഗീസ്, റിയാസ് ഖാൻ തുടങ്ങിയവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു ആക്ഷൻ ത്രില്ലർ സിനിമയാണ്. ഈ സിനിമ ഡിസംബർ 27-ന് സൈന പ്ലേയിൽ OTT റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് സീക്രട്ട് ഹോം എന്ന സിനിമയെക്കുറിച്ചാണ്. ഇതൊരു ക്രൈം ഡ്രാമ സിനിമയാണ്. അപർണ ദാസ്, ശിവദ, അനുമോഹനാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമ ഈ ഡിസംബർ മാസം 31-നായിരിക്കും OTT റിലീസ്. ആമസോൺ പ്രൈമാണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഓശാന എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ധ്യാൻ ശ്രീനിവാസനാണ് സിനിമയിലെ നായകൻ. ഇതൊരു റൊമാൻറ്റിക്കൽ മൂവിയാണ്. സിനിമ തിയേറ്ററുകളിൽ ഫ്ലോപ്പ് ആയിരുന്നു. ഇപ്പോഴിതാ മനോരമ മാക്സ് ഓശാന എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ സിനിമയുടെ റിലീസ് ഉണ്ടായിരിക്കുന്നതാണ്. സർപ്രൈസ് ആയിട്ടായിരിക്കും ഓശാന എന്ന സിനിമ OTTയിൽ വരുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബറോസ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മോഹൻലാല് ആദ്യമായിട്ട് സംവിധാനം ചെയ്ത സിനിമയായിരുന്നു ബറോസ്. നാളെയാണ് സിനിമ തിയേറ്ററിലേക്ക് വരുന്നത്. മുഴുവനായും 3Dയിൽ ഷൂട്ട് ചെയ്ത സിനിമയാണ് ബറോസ്. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. ഹോട്ട്സ്റ്റാറാണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ റിലീസായിട്ട് 1 മാസത്തിനുള്ളിൽ ബറോസ് സിനിമ OTTയിൽ വരും. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. ഇതൊരു ഹൊറർ സിനിമയാണ്. ഭാവനയാണ് സിനിമയിലെ നായിക. അതുപോലെ ഒരുപാട് യുവതാരങ്ങൾ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. സിനിമയ്ക്ക് നല്ലൊരു റെസ്പോൺസാണ് തിയേറ്ററിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴിതാ ആമസോൺ പ്രൈം ഹണ്ട് എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. സർപ്രൈസ് ആയിട്ട് ആമസോണിൽ ഹണ്ട് എന്ന സിനിമ വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് രാത്രിയോ നാളെ പകലായിട്ട് സിനിമയുടെ റിലീസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഹണ്ട് എന്ന സിനിമ വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അവസാനത്തെ ഒരു അപ്ഡേറ്റ് പണി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ജോജു സംവിധാനം ചെയ്ത ആദ്യത്തെ സിനിമയായിരുന്നു പണി. പണി തിയേറ്ററുകളിൽ ഹിറ്റായിട്ടുണ്ടായിരുന്നു. സിനിമയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസ് ആണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ജോജു ജോർജ്, സാഗർ സൂര്യയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. തൃശ്ശൂരിന്റെ കഥയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. ഇപ്പോഴിതാ സോണി ലീവ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ന്യൂ ഇയർ ദിനത്തിൽ സർപ്രൈസ് ആയിട്ടായിരിക്കും പണി എന്ന സിനിമയുടെ റിലീസ് ഉണ്ടാവാൻ പോകുന്നത്. ഇനിയും ഒരുപാട് സിനിമകൾ വരാനുണ്ട്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTT അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.